അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ഗവർണർ റഹ്മത്ത് അലിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഓരോ ഇന്ത്യൻ പൗരനും ആത്മഹർഷത്തിന്റെ നിമിഷമാണിത്. ഭാരതം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായിട്ട് 50 ആണ്ടുകൾ പിന്നിടുകയാണ്. ശാസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം, രാജ്യരക്ഷ എന്നീ മേഖലകളിൽ ഏത് ലോകരാഷ്ട്രത്തോടൊപ്പവും നിൽക്കാൻ കെൽപ്പുള്ള ശക്തിയായി നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ട്. ഏതൊരു ഇന്ത്യക്കാരനെയും ആഹ്ലാദിപ്പിക്കുന്ന ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ തന്നെ ഈ സുദിനം എന്നിൽ ചില ആശങ്കകളും ഉണർത്തുകയാണ്. എന്താണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? കാശ്മീരിലും ഇന്ത്യയുടെ വടക്കൻ മേഖലകളിലും എത്രയെത്ര നിരപരാധികളാണ് നിത്യേന കൊല ചെയ്യപ്പെടുന്നത്. നിഷ്കളങ്കരായ നമ്മുടെ ജനങ്ങളിൽ വർഗീയ വിഷം കുത്തിവെച്ച് ക്രൂരമായ നരകത്തുകൾ കൊണ്ട് നമ്മുടെ ഭാരതത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുകയാണ് വൈദേശിക ശക്തികൾ. ഈ യാഥാർത്ഥ്യം നാം യഥാസമയം തിരിച്ചറി രാജ്യസ്നേഹം തുടിക്കുന്ന അങ്ങയുടെ പ്രസംഗത്തിന് നന്ദി. രാജ്യസ്നേഹം മൂത്ത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 50ാം വാർഷികത്തിൽ വേദിക്ക് മുന്നിൽ നിൽക്കുന്ന 50 പിഞ്ചുകുട്ടികളുടെ കയ്യിലെ ബൊക്കുകളിൽ ഈ സ്റ്റേഡിയത്തിലെ മുഴുവൻ ആളുകളെയും കൊല്ലാൻ ശക്തമായ ബോംബുകൾ തിരികെ വെച്ച അങ്ങയുടെ ബുദ്ധി അപാരം. പക്ഷേ ബഹുമാന്യനായ ഗവർണർ, അങ്ങ് വേദിയിൽ നിന്ന് പോയി 20 മിനിറ്റ് കഴിഞ്ഞല്ല ബോംബ് പൊട്ടാൻ പോകുന്നത്. അങ്ങ് കൂടി വേദിയിലുള്ളപ്പോൾ അത് പൊട്ടും നിമിഷങ്ങൾക്കകം. പെട്ടെന്ന് ബൊക്കാലെടുത്ത് മാറ്റൂ. ഇതാരോ ചുമ്മാ ഭയപ്പെടുത്താൻ വിളിച്ച് പറയുന്ന സർ. അല്ല, ബോംബുണ്ട്. പേടിക്കണ്ട, ആരും പരിഭ്രാന്തരാകരുത്. അതായത് സ്ഥലങ്ങളിലിരിക്കുക, ആ ബോംബ് പൊട്ടില്ല. ആ ബോംബുകൾ നിർവീര്യമാക്കി ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച ഒരു രാജ്യസ്നേഹി എന്റെ കൂടെ ഉണ്ട്. നടക്ക്.